സർക്കാർ വരുമെന്നാണല്ലോ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാലുള്ള ഒരു അവസ്ഥയെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടതുപക്ഷം മൂന്നാമതും അധികാരത്തിൽ വന്നാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും, അതും കൂടി നമ്മൾ പറയണമല്ലോ. അങ്ങനെ എങ്ങാനും സംഭവിച്ചാല് അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും. അത്തരൊരു അവകാശവാദം CPM നടത്താൻ കാരണം 2021 അവർ വിജയത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ്. അന്ന് ഭരണം ഉറപ്പിച്ച് പ്രൈവറ്റ് സെക്രട്ടറിമാരെയും ആ പോലീസ് മേധാവിമാരെയും വരെ തീരുമാനിച്ചുറപ്പിച്ചിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് മേല് ഇടുത്തിയായിട്ടാണ് അന്നത്തെ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടായിരുന്നത്. അത്തരം ഒരു ഫലം തന്നെയാകും ഇത്തവണയും ഉണ്ടാവുക എന്നാണ് CPM നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് ഭൂരിപക്ഷം കുറഞ്ഞാലും ആ ഭരണം നിലനിർത്താൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് അവർക്കുള്ളത്. ഈ ഇടതുപക്ഷത്തിന് ഇനി ഒരു മൂന്നാം ഊഴം ഉണ്ടായാൽ അത് ചരിത്രം തന്നെയായിട്ട് മാറും. അത്തരം ഒരു ഘട്ടത്തിൽ മൂന്നാമതും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്നതും പിണറായി വിജയൻ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ മന്ത്രിസഭാ രൂപീകരണം മുതൽ വകുപ്പ് വിഭജനം വരെ ഇടതുപക്ഷത്തിന് നടത്താൻ വെറും 24 മണിക്കൂർ പോലും വേണ്ടിവരില്ല. കൂടുതൽ ശക്തമായ ഒരു അവസ്ഥയിലേക്കാണ് തുടർഭരണം ലഭിച്ചാൽ ഇടതുപക്ഷം മാറുക. ഇടതുപക്ഷത്തിന് അധികാര തുടർച്ച ഉണ്ടായാൽ മന്ത്രിമാരുടെ മാറ്റങ്ങൾക്ക് പുറമെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ആയിരിക്കും. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് വീണ്ടും ഒരു ഊഴം എന്തായാലും നൽകാൻ ഒരു സാധ്യതയില്ല. അത് CPM-നുള്ളിലെ പൊതുവികാരം കൂടിയായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി UDF-ന്റെ കാര്യത്തിലേക്ക് വരാം. ഭരണം ലഭിച്ചില്ലെങ്കിൽ കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗും എന്തായാലും പിളരും. ഈ ലീഗ് മൊത്തത്തിൽ തന്നെ ഇടതുപക്ഷത്ത് എത്താനും ശ്രമിക്കും. ഇനി ഭരണമില്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകാൻ ഈ രണ്ട് പാർട്ടികൾക്ക് എന്തായാലും കഴിയില്ല. UDF-ന്റെ നിലനിൽപ്പ് തന്നെയാണ് അതോടെ അപകടത്തിലാവുക. അപ്പോ ഈ CPM-ന്റെ കാര്യമോ? അവർക്കും ഭരണം നഷ്ടപ്പെട്ടാൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകില്ലേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറിച്ച് ഡോണയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ചോദ്യം ചോദിക്കുന്നത്. അധികാരത്തിലില്ലാത്തപ്പോഴാണ് CPM-ഉം അവരുടെ വർഗ ബഹുജന സംഘടനകളായ ഈ SFI-യും അതേപോലെ തന്നെ DYF-യും എല്ലാം കൂടുതൽ കരുത്തരും അപകടകാരികളുമായി മാറുന്നത്. ഈ സമര സംഘടനകളായ ഇവർക്ക് സമരം ചെയ്യാനുള്ള സ്പേസ് ആയിരിക്കും ഭരണം നഷ്ടപ്പെട്ടാൽ എന്തായാലും വീട് കിട്ടുക. അതവർ ശരിക്കും ഉപയോഗിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും നന്നായി അറിയാവുന്നതും UDF നേതാക്കൾക്ക് തന്നെയാണ്. മുൻകാലങ്ങളിൽ UDF ഭരിച്ച കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പ്രക്ഷോഭങ്ങളും പിണറായി സർക്കാരിനെതിരെ ഇക്കഴിഞ്ഞ 10 വർഷം UDF സംഘടനകൾ നടത്തിയ സമരങ്ങളും പരിശോധിച്ചാൽ തന്നെ പ്രകടമായൊരു വ്യത്യാസം എന്തായാലും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് UDF നേതാക്കൾക്ക് തന്നെ അവർ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അവരുടെ സംഘടനാപരമായ ദൗർബല്യത്തെ തന്നെയാണ് എന്തായാലും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ അതല്ല. ഈ നിമിഷം വരെ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയും ഏറ്റവും വലിയ പോഷക സംഘടനകളും CPM-ന്റേത് തന്നെയാണ്. ആ കരുത്ത് ഭരണം നഷ്ടപ്പെട്ടാൽ പോലും വർദ്ധിക്കുകയല്ലാതെ കുറയാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ടേക്ക്.